ഇന്ന് കർക്കിടകം 1. ഭക്തിയും ആധ്യാത്മികതയും ഒത്തുചേരുന്ന രാമായണ മാസാചരണത്തിന് കൂടിയാണ് ഇന്ന് തുടക്കമാകുന്നത്. രാമായണ ശീലുകളാൽ മുഖരിതമായ അന്തരീക്ഷമായിരിക്കും ഇനി ഒരു മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം. അതിനിടെ രാമായണ മാസം സംഘടിപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും മുന്നോട്ട് വന്നതാണ് ഇത്തവണത്തെ കർക്കിടകത്തിന്റെ മറ്റൊരു പ്രത്യേകത. അന്ധകാരത്തെ അകറ്റി മനസ്സിൽ വെളിച്ചം നിറയ്ക്കാനുള്ള ദിനങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇനി ഭക്തർ. വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരൽ കൂടിയാണ് മലയാള വർഷത്തിലെ അവസാന മാസമായ കർക്കിടകം. കാലവർഷം കലിതുള്ളി പെയ്യുന്നതിനാൽ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പഴമക്കാർ കർക്കിടക മാസത്തെ പഞ്ഞമാസമെന്നും വിളിച്ചിരുന്നു. കർക്കിടക ചികിത്സയും രാമായണ പാരായണവുമാണ് ഈ മാസത്തിന്റെ പ്രത്യേകതകൾ. ഇനിയുള്ള 31 ദിവസങ്ങൾ രാമായണ ശീലുകളാൽ മുഖരിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. ഇത്തവണ രാമായണ മാസാചരണത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയതാണ് ഈ കർക്കിടകത്തിന്റെ പ്രത്യേകത. രാമായണ മാസാചരണം സംഘടിപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും രംഗത്തെത്തിയതോടെ ഇരു പാർട്ടികളെയും BJP വിമർശിച്ചു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുറുമുറുപ്പുയർന്നതോടെ രാമായണ മാസാചരണത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോക്കം മാറി. എന്നാൽ കർക്കിടകത്തെ വർഗീയമായി BJP ഉപയോഗിക്കുന്നതിനെ തുറന്നു കാട്ടുകയാണ് ലക്ഷ്യമെന്ന നിലപാടിലാണ് CPM. രാഷ്ട്രീയ പാർട്ടികൾ രാമായണ മാസത്തിന്റെ പേരിൽ വാഗ്പോര് നടത്തുമ്പോഴും കർക്കിടക പുണ്യത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംക്രമം കഴിഞ്ഞ് ഈറനുടുത്തെത്തുകയാണ് കർക്കിടകം. ഇനി വരുന്ന ഒരു മാസക്കാലം രാമായണ പാട്ടിന്റെ കാലമാണ്. കർക്കിടക സന്ധ്യകളിൽ നിലവിളക്കിന് മുന്നിലിരുന്ന് കറുത്ത കർക്കിടകത്തെ പുണ്യത്തിരിതെളിച്ച് പ്രഭാപൂരിതമാക്കുന്ന ദിനങ്ങളാണിനി. അന്ധകാരം നിറഞ്ഞ മനസ്സുകൾക്കത് വെളിച്ചമായി മാറുകയാണ്. രാമായണ മാസത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഒരു അതിഥി ചേരുകയാണ്. നമുക്ക് അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇടപ്പഴിഞ്ഞി ശാന്തകുമാരി അധ്യാപികയാണ്. വിദ്യാരംഗം മാസികയുടെ എഡിറ്ററായിരുന്നു. അധ്യാപന രംഗത്തും അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്തും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ട്. സ്വാഗതം. ഇന്ന് കർക്കിടകം 1. എന്തായാലും രാമായണ മാസം തുടങ്ങുന്നു. നിരവധി പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. പ്രത്യേകിച്ചും പണ്ട് പറയാറ് കർക്കിടകം പഞ്ഞമാസം എന്നായിരുന്നു. അത് എന്താണ് ഈ ഒരു മാസം രാമായണ മാസാചരണമായി ആചരിക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു സന്ദേശം എന്താണ്? രാമായണ മാസം എന്ന് പറഞ്ഞൊരു മാസം തന്നെ ഇല്ല. കർക്കിടകത്തെ നമ്മൾ വെറുതെ രാമായണ മാസം എന്ന് പറയുന്നു. അതിൽ വേണമെങ്കിൽ നമുക്ക് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് കർക്കിടക മാസത്തിലെ പുണർന്ന നക്ഷത്രത്തിലാണ്. അതുമായി ബന്ധപ്പെടുത്തി പറയാം. രാമായണത്തിന് ഇന്ന മാസത്തിലേ വായിക്കാവൂ എന്ന് യാതൊരു നിബന്ധനയുമില്ല. ഏത് മാസത്തിലും രാമായണം വായിക്കാം. നിത്യപാരായണത്തിന് പണ്ടുകാലത്ത് എല്ലാ ഗൃഹങ്ങളിലും നിത്യപാരായണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രന്ഥവുമാണ്. ഇന്ന് നമ്മളതിനെ കർക്കിടക മാസത്തിലേക്ക് ഒതുക്കിയത് എന്തുകൊണ്ടാണ് എന്ന് ഉള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും ആ മാസത്തിലെങ്കിലും രാമായണത്തിൻ്റെ ശീലുകൾ വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമുള്ളതോ ഇന്ന ജാതിക്കാർക്ക് മാത്രമുള്ളതോ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഇത് ഞങ്ങളുടേത് എന്ന് ആർക്കും പറയാവുന്ന ഒരു നിത്യപാരായണത്തിന് ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. കാരണം ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് മാറി, അതാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്നതിന് ആ രാമായണത്തിൽ ഇല്ലാത്തതായി, ഉപദേശിക്കാൻ ഇല്ലാത്തതായി മറ്റൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിന് കർക്കിടക മാസത്തിലേക്ക് ഒതുക്കിയിരുന്ന യാതൊരു കാര്യവുമില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം രാമായണം വായിക്കുന്നത് തന്നെ മനസ്സിന് വലിയ സുഖം നന്നായി തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, പഴയ കാലത്ത് കവികളും പിന്നെ അതുപോലെ തന്നെ പ്രശസ്തരായവരുമൊക്കെ, യൂസഫ് അലി കേച്ചേരി അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട്, രാമായണവും ഹരിനാമകീർത്തനവും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്താഴം കിട്ടിയിട്ടുള്ളെന്ന്. അപ്പോൾ ഒരു പ്രത്യേക ജാതിക്കോ ഒരു പ്രത്യേക മതത്തിനോ വേണ്ടിയുള്ളതല്ല. പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ പേരിൽ ആർക്ക് വായിച്ചുകൂടാ? ആർക്കും വായിക്കാം. കാരണം ഇതിലില്ലാത്തത് മറ്റൊരിടത്തുമില്ല. നമുക്ക് മനസ്സിന് ശാന്തി വേണോ, സമാധാനം വേണോ, ജീവിത വിജയത്തിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണോ, ഒരു പുത്രധർമ്മം എന്ത്, നമുക്ക് ശ്രീരാമചന്ദ്രനെ ഒരു ഉത്തമ പുത്രനായി കാണാൻ കഴിയും. കാരണം പുത്രന്മാർ 3 വിധത്തിലാണ് മനുഷ്യരും. അതാണ് അച്ഛൻ വിളിച്ച് കാട്ടിൽ പോ എന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞില്ല. ദശരഥ മഹാരാജാവിന് അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ ഇംഗിതം അതായിരിക്കുമെന്ന് ഊഹിച്ച് അച്ഛൻ്റെ
ആ ഒരു ആഗ്രഹമായിരിക്കും, ആവശ്യമായിരിക്കും, ആഗ്രഹമെന്ന് പറയാൻ പറ്റൂല, അച്ഛന് അങ്ങനെ ഒരു നിയോഗത്തിൽ ഏർപ്പെടേണ്ടി വന്നു എന്ന് ഊഹിച്ചറിഞ്ഞ് കാട്ടിൽ പോകാൻ ഒരുങ്ങുന്ന ഒരു ഉത്തമ പുത്രനാണ്. നമുക്കറിയാം പുത്രന്മാർ 3 വിധത്തിലുണ്ട്. ഉത്തമ പുത്രനുണ്ട്, പിന്നെ പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന കുറച്ച് പുത്രന്മാരുണ്ട്. അവരെ നമുക്ക് മധ്യമ വിഭാഗത്തിൽപ്പെടുത്താം. പറഞ്ഞാലും കേൾക്കാത്തവരെ നമുക്ക് അധമ വിഭാഗത്തിൽപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഒരു ഉത്തമ പുത്രൻ്റെ കടമ നമ്മൾ രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പിന്നെ പ്രവർത്തനങ്ങളിലൂടെ, ആ സ്തുതികളിലൂടെ, അതുമാത്രമല്ല ആ കാലഘട്ടം അങ്ങനെ ഒന്നായിരുന്നു. എഴുത്തച്ഛൻ്റെ 16-ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ഇങ്ങനെ ഒരു ഗ്രന്ഥം സാമാന്യ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നത്. 16-ാം നൂറ്റാണ്ട് സാംസ്കാരികമായി അധപ്പതിച്ചിരുന്ന ഒരു കാലമാണ്. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു അധപ്പതനത്തിൻ്റെ കാലം. അത് മറ്റ് ചില പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ശ്ലോകങ്ങളും മറ്റും ഉണ്ടാക്കി മുക്തകങ്ങളുടെ രൂപത്തിൽ ഒക്കെ പാടി, പ്രത്യേക ജാതിക്കാരെ ഞാൻ പറയുന്നില്ല, അങ്ങനെ നടന്ന ഒരു കാലത്ത് മനുഷ്യന് ഭക്തി കൊണ്ട് മാത്രമേ മനുഷ്യ മനസ്സിന് നന്നാകാൻ കഴിയൂ എന്ന് കണ്ടാണ് സാധാരണക്കാരൻ്റെ കൈകളിൽ എത്തിക്കുവാൻ വേണ്ടി അധ്യാത്മരാമായണം കിളിപ്പാട്ട് രൂപേണ എഴുത്തച്ഛൻ രചിച്ച് നമുക്ക് നൽകിയത്. പണ്ട് കാലത്ത് മറ്റ് കൃതികളൊക്കെ എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷ പ്രചുരമായിരുന്നു, അല്ലെങ്കിൽ തമിഴിൻ്റെ പ്രാചുര്യം കൂടുതലായിരുന്നു. ഈ ഭാഷാ വ്യത്യാസങ്ങളിൽ നിന്ന് തള്ളേണ്ടത് തള്ളിയും കൊള്ളേണ്ടത് കൊണ്ടും നമുക്ക് ഒരു മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കാൻ അർഹമായ ഒരു സ്ഥാനത്ത് ഇരുന്ന് നമുക്ക് നമ്മുടെ വായിൽ കൊള്ളാവുന്ന വാക്കുകൾ വെച്ച്, പക്ഷേ ഇതിലില്ലാത്ത വാക്കുകൾ വേറെ എങ്ങുമില്ല. പഴയ കാലത്ത് കവികളൊക്കെ നമ്മുടെ ചങ്ങമ്പുഴയെ ഇങ്ങനെ അനുകരിച്ച് കവിതകൾ എഴുതുകയും ചൊല്ലി നടക്കുകയും ചെയ്തതുപോലെ ഈ ഭാഷാ സ്വാധീനം അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വായിക്കാവുന്ന തരത്തിലാണ് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രൂപേണ എഴുതി തന്നിരിക്കുന്നത്. നമുക്ക് അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കേൾക്കാൻ വളരെ ഇമ്പമുള്ള വരികളടക്കമുള്ളതുണ്ട്. നമുക്ക് ഏതെങ്കിലും കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. നമുക്ക് കഥയെല്ലാം ഞാൻ പറയുന്നില്ല, കാണ്ഡങ്ങളായിട്ടാണ് അതിനെ വിഭജിച്ചിട്ടുള്ളത്. 6 കാണ്ഡങ്ങളായിട്ടാണ് രാമായണം വിരചിച്ചിട്ടുള്ളത്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, സുന്ദരകാന്ഡം ഏറ്റവും സുന്ദരമായ കാണ്ഡം അതാണ് 4-മത്തത്. പിന്നെ കിഷ്കിന്ധാകാന്ഡം, യുദ്ധകാന്ഡം. ഏറ്റവും സുന്ദരമെന്ന് പറയാൻ കാരണം അതിലെ വൃത്തവിശേഷങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. സുന്ദരൻ, നമ്മൾ വാനരനെ സുന്ദരൻ എന്ന് പറയാറുണ്ട്. ആ വാനരൻ്റെ കാര്യങ്ങളാണ് അതിൽ കൂടുതൽ പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, എങ്കിലും മനുഷ്യ മനസ്സിന് ക്രോധം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തെല്ലാമാണെന്ന് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ പറയുന്ന ചില വരികൾ മാത്രം. പിന്നെ ഈ കാട്ടിൽ പോകേണ്ടി വരുന്ന അവസ്ഥയിൽ ശ്രീരാമചന്ദ്രൻ അതിന് സന്നദ്ധനാകുന്നു എന്ന കേട്ട മാത്രയിൽ തന്നെ ആരെ വകവരുത്തിയും ശ്രീരാമചന്ദ്രനെ രാജാവായി അഭിഷേകം ചെയ്യുമെന്നും കാട്ടിൽ പോകാൻ അനുവദിക്കയില്ലെന്നും പറഞ്ഞുകൊണ്ട് വികാരാധീനനായി ഓടിവരുന്ന ലക്ഷ്മണനെ ഒന്ന് ഉപദേശിക്കണം, ലക്ഷ്മണനെ ഒന്ന് സാന്ത്വനിപ്പിക്കണം എന്ന് ശ്രീരാമചന്ദ്രന് തോന്നി. അതുകൊണ്ട് ക്രോധത്തിന് അടിമപ്പെട്ട് ദശരഥനെ വേണമെങ്കിലും കൊല്ലാം, കൈകേയിയെ വേണമെങ്കിലും കൊല്ലാം, ശ്രീരാമചന്ദ്രനെ രാജാവായി അഭിഷേകം ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ഒരു സഹോദര സ്നേഹത്തിൻ്റെ ആ ഒരു ദാർഢ്യം അവിടെ നമുക്ക് കാണാൻ കഴിയും. മറ്റെല്ലാ വികാരങ്ങളും മാറ്റിവെച്ച് തൻ്റെ സഹോദരനെ, അതാണ് ഒരു പുത്രധർമ്മം, സഹോദര സ്നേഹം, മാതൃസ്നേഹം എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടാകണമോ അതെല്ലാത്തിനും ഉദാഹരണ കഥാപാത്രങ്ങൾ രാമായണത്തിൽ ഉണ്ട്. അതിലെ ഏതെങ്കിലും ഒരു 2 വരികൾ ഇപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ പറഞ്ഞു വന്നത് ലക്ഷ്മണ സാന്ത്വനത്തെക്കുറിച്ചാണ്. പിന്നെ ക്രോധത്തിന് അധീനനായി വന്ന അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാൻ ശ്രീരാമചന്ദ്രൻ പറയുന്ന വാക്കുകൾ, എഴുത്തച്ഛൻ ശ്രീരാമചന്ദ്രനെ കൊണ്ട് പറയിക്കുന്ന വാക്കുകൾ ക്രോധത്തിന് അധീനരായ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എഴുത്തച്ഛൻ നമ്മെ ആകെ ക്രോധത്തിന് അധീനരായാൽ ഉള്ള വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ
നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ഈ ലോകത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം പിടിച്ചു വാങ്ങിച്ച് എനിക്ക് തരാൻ നീ ഉദ്ദേശിക്കുന്നു, ഈ ഉദ്ദേശം സഫലമാണോ? ഇതൊക്കെ ശാശ്വതമായതാണെങ്കിൽ ഇത് സഫലമാകുമായിരുന്നു. അങ്ങനെയല്ല. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ നശ്വരത. വന്യസന്തപ്തലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. വന്യസന്തപ്തലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം, അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ചക്ഷുശ്രവണകളസ്തമാം ദർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പാമ്പിൻ്റെ വായിലിരിക്കുന്ന ഒരു തവള അത് അവിടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം ഈച്ചയും പൂച്ചയൊക്കെ പിടിച്ചു തിന്നാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. ഈ പഴയ കാലത്ത് പറയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ടൊക്കെ വായിച്ചു തീർക്കുമായിരുന്നു. ഇപ്പൊ ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കുന്നത് അത് ഈ സമയത്തിന്റെ അതിന്റെ ഒരു രീതിയുണ്ടോ? അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കർക്കിടക മാസം മുഴുവനും വായിക്കാൻ ഉദ്ദേശിക്കുന്നു. ചിലർ അത്രയും കൊണ്ട് വായിച്ചു തീർക്കും, ചിലർക്ക് അത്രയും വായിച്ചു തീർക്കാൻ ഒക്കില്ല. അവർ പട്ടാഭിഷേകം വരെ മാത്രം വായിച്ചു തീർക്കും. അതോ ഇതൊക്കെ തന്നെ എങ്ങനെ വായിക്കണം? സന്ധ്യയ്ക്ക് വായിക്കണോ, ഇരുട്ടത്തിരുന്ന് വായിക്കണോ, വെളിച്ചത്തിരുന്ന് വായിക്കണോ, പിന്നെ കാലെങ്ങനെ വെച്ച് വായിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉദ്ധരിച്ച് കാണാറുണ്ട്. ഒരു തരത്തിലും അങ്ങനത്തെ കർശന നിബന്ധനകൾ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സൗകര്യം എങ്ങനെയോ അതനുസരിച്ചിരുന്ന് രാമായണം. ഈ സമയം കുറവുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളതുകൊണ്ടും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, ഈ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണല്ലോ. അതും ഈ വായന കൊണ്ട് കുറെയൊക്കെ അതും ഈ ഇതുമായി ഈ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാസ്തവം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞക്കർക്കടകമാണ്. പിന്നെ നെല്ലറകളിൽ എല്ലാം തീർന്ന് പിന്നെ പത്തായമൊക്കെ പൂട്ടി വയ്ക്കുന്ന കാലമാണ്. കൃഷിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചിങ്ങത്തിലാണ് കൊയ്ത്ത് തുടങ്ങുന്നത്. അപ്പോഴാണ് പിന്നെ മനുഷ്യൻ്റെ മനസ്സും അറയും നിറയുന്നത്. അപ്പോൾ ഈ കർക്കിടകം എന്തുകൊണ്ടും നമ്മൾ പഞ്ഞക്കർക്കിടകം എന്ന് പറയാറുണ്ട്. കർക്കിടക മാസത്തെ ദാരിദ്ര്യ ദുഃഖം മാറ്റാൻ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മാനസികവും ശാരീരികവും ആരോഗ്യപരവും ആത്മീയവുമായ എല്ലാ വികാരങ്ങൾക്കും അടിമപ്പെടുന്നവരെ അതിനെ ഒരു സമനിരപ്പാക്കി നിർത്തുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് മാനസികമായിട്ട് വിഷമമുള്ള ഒരു ഭാഗം എടുത്തു നോക്കിയാൽ ഈ അതിന് പരിഹാരം നമുക്കതിൽ കാണാൻ കഴിയും. അതുപോലെ ഇതില് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ മാസത്തെ വളരെ ദുഃഖത്തോടെയാണ് കാണുന്നതെങ്കിലും ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം ചിങ്ങമാസം വരാൻ പോകുന്നു. ആ ഒരു പ്രതീക്ഷയും കൂടെ. ഓണം നമ്മുടെ പ്രതീക്ഷ എന്നും ഓണം നമ്മുടെ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും കാലമാണ്. ഈ കള്ളക്കർക്കടകത്തിനെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം ഓണാഘോഷത്തിന് ഒരുങ്ങാൻ. നമുക്കൊരു സന്തോഷം വരുന്ന ഒരാഹ്ലാദം, അതാണ് ഹോപ്പ് ടു ജോയ് ഈസ് മോർ ജോയ് ദാൻ ജോയ് എൻജോയ്ഡ്. അതുകൊണ്ട് വരാൻ പോകുന്ന ആ ഒരു ആഹ്ലാദത്തിൻ്റെ ഇതുണ്ട്. പിന്നെ കർക്കിടക മാസം എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ട് നമ്മൾ പിന്നെ കർക്കിടക കഞ്ഞി, അതുപോലെ തന്നെ ചില ഔഷധങ്ങൾ ഒക്കെ ഉപയോഗിക്കാൻ ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. ഒരു പഞ്ഞമാസമാണ് എങ്കിലും നമുക്ക് ഒരു മനഃശാന്തി ലഭിക്കുന്നതിന് തീർച്ചയായും ഈ രാമായണ പാരായണം ഉപകരിക്കും. തീർച്ചയായും ടീച്ചർ പറഞ്ഞതുപോലെ ഒരു ആധ്യാത്മിക രീതിയിൽ മാത്രമല്ല, അതിലപ്പുറം രാമായണം നൽകുന്ന സന്ദേശങ്ങൾക്ക് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇക്കാലത്തല്ലേ. ഓക്കെ, എന്തായാലും സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം നന്ദി. ഈ ഇന്ന് കർക്കിടക 1 ഈ ഒരു ദിനത്തിലെത്തി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും. പറഞ്ഞത് കൊണ്ടൊന്നും ആയില്ല. അതെ, രാമായണത്തെക്കുറിച്ചും രാമായണ മാസത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ പ്രസക്തിയും ഒക്കെ നമുക്ക് അങ്ങനെ കുറച്ച് വാക്കുകളിൽ ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല. കഴിയുന്നത്ര നമ്മൾ ഏത് സമയത്ത് ഇന്ന സമയത്തെന്നില്ല, അതുപോലെ ചമ്രം പറഞ്ഞിരുന്ന് തന്നെ രാമായണം വായിക്കണമെന്നില്ല, കാലം നീട്ടിയിരുന്നും വായിക്കാം. എന്തായാലും ആ പുണ്യഗ്രന്ഥം നമുക്ക്
എഴുത്തച്ഛൻ്റെ ആ അധ്യാത്മ രാമായണം നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വളരെയധികം നന്ദി ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. തീർച്ചയായും രാമായണ വിശേഷങ്ങൾ നമ്മൾ കേട്ട സമയം പോയതറിഞ്ഞില്ല. ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെയാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ആനയൂട്ട് നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയൂട്ട് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ആനയൂട്ടിൽ 60-ലധികം ആനകളാണ് പങ്കെടുക്കുന്നത്. അവിടെ നിന്ന് സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, എത്ര മണിയോടുകൂടി ആനയൂട്ട് നടക്കും? അതിന്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ? ദിവ്യ, ചരിത്രപ്രസിദ്ധമായ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഞാനിപ്പോഴുള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ആനയൂട്ടിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്ന ആനകളെ ക്ഷേത്രാങ്കണത്തിലേക്ക് കടത്തിവിടും. തെക്കേ ഗോപുരനടയോട് ചേർന്ന് ബാരിക്കേഡുകൾ കെട്ടി പ്രത്യേകം സ്ഥലം ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം ആനകളാണ് ഇതിൻ്റെ ഭാഗമായി, അതായത് ആനയൂട്ടിനായി ഇന്ന് ഇവിടെ എത്തിച്ചേരുക എന്നാണ് പ്രധാനമായും കരുതുന്നത്. ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തുക. 7:30-8 മണിയോടുകൂടി തന്നെ ആനകളെ എല്ലാം തന്നെ പരിശോധനകൾ നടത്തിയതിനു ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടും. വെറ്റിനറി ഡോക്ടർമാരും എലിഫന്റ് സ്ക്വാഡും ഇതിനായി ഇവിടെ പ്രത്യേകം തയ്യാറായിട്ടുണ്ട്. ഒരു മുറിവ് പോലുമുള്ള ആനയെ അകത്തേക്ക് കയറ്റി വിടേണ്ട എന്നാണ് നിർദ്ദേശം. അത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആനയൂട്ട് നടത്തുക. തുടർന്ന് ഏതാണ്ട് 9 മണിയോ രാവിലെ 5 മണിയോടുകൂടി തന്നെ പ്രധാന ചടങ്ങുകളെല്ലാം ഇന്ന് ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്നു. മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ 9:30-ക്കാണ് ആനയൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 60ഓളം ആനകൾക്കാണ് ആനയൂട്ട് നടത്തുന്നത്. ചോറും ഒപ്പം തന്നെ 10 തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ആനകൾക്ക് നൽകും എന്നാണ് അറിയുന്നത്. പ്രത്യേകമായി ആനയുടെ സുഖചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ആനയൂട്ട് നടത്തുന്നത്. ഈ ആനയൂട്ട് ഏതാണ്ട് 10:30 മണിയോടുകൂടി തന്നെ പൂർത്തിയാകും. അതിനുശേഷം ആനകളെ സുരക്ഷിതമായി കൊണ്ടുപോകും. പ്രത്യേകമായി എടുത്തു പറയുന്നത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഇതോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. അധികമായി തന്നെ ഏതാണ്ട് 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വനിതാ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സ്ഥലങ്ങളിലൂടെയാണ് അകത്തേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എലിഫന്റ് സ്ക്വാഡ്, അതായത് ആനകളെ പരിശോധിച്ചതിന് ശേഷം വെറ്റിനറി ഡോക്ടർമാർ കൂടെ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ആനകളെ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. എന്തായാലും ഇന്ന് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ആനയൂട്ട് കാണാനായി നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആനകളെയും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കും. ദിവ്യ.